ഹലോ, ഇന്ന് നമുക്ക് നല്ലൊരു ക്യാരറ്റും മാങ്ങയും കൂടെ കൂട്ടി അച്ചാറുണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ അതിനായിട്ട് എടുത്തിരിക്കുന്നത് 2 മാങ്ങ, ക്യാരറ്റ്, ഇഞ്ചി, കാന്താരി, വെളുത്തുള്ളി, അതുപോലെ തന്നെ 2 കറിവേപ്പില. നമ്മൾ കല്യാണത്തിനൊക്കെ കഴിച്ചിട്ടില്ലേ, അപ്പോൾ അതുപോലത്തെ അച്ചാറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. നമുക്കിനി ക്യാരറ്റ് ഒന്ന് ചിരണ്ടി മാങ്ങായും ഒന്ന് നന്നായിട്ട് ചെത്തിയിട്ട് നമുക്ക് കഴുകിയെടുക്കാം. എല്ലാം തൊലിയെല്ലാം കളഞ്ഞ് നന്നായിട്ടൊരു പാത്രത്തിലോട്ട് കഴുകിയെടുത്തിട്ടുണ്ട്. മാങ്ങയുടെ തൊലി കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇത് നമുക്ക് നീളത്തിലാണ് അരിഞ്ഞെടുക്കേണ്ടത്. അപ്പോൾ ഞാനിതാ ക്യാരറ്റ് എടുത്തിട്ട് നീളത്തിൽ അരിയുവാണ് കേട്ടോ. ക്യാരറ്റ് സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞിട്ട് മാങ്ങായും സെപ്പറേറ്റ് ആയിട്ട് അരിഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാനിപ്പോൾ ഇത് രണ്ടും കൂടെ ഒരുമിച്ച് അരിഞ്ഞു പോയേ, അപ്പോൾ അതുകൊണ്ട് ഞാനിതിപ്പം ഒരുമിച്ചാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ ഞാൻ മൊത്തം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് മാങ്ങയും കൂടെ നീളത്തിൽ അരിഞ്ഞ് ചേർക്കാം കേട്ടോ. അപ്പം ഞാൻ മാങ്ങയും കൂടെ ഇതിൻ്റെ കൂടെ ഇങ്ങനെ അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് രണ്ടും കൂടെ നന്നായിട്ട് യോജിപ്പിച്ച് വയ്ക്കാവേ. നന്നായിട്ട് ഇളക്കി കുറച്ച് സമയത്തേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് അതിൻ്റെ അകത്തോട്ട് ചേർക്കാനായിട്ട് ഇഞ്ചി അരിഞ്ഞെടുക്കാം, വെളുത്തുള്ളി അരിഞ്ഞെടുക്കാം. കൂടെ ഞാൻ 2 പച്ചമുളകും കൂടെ ചേർക്കുന്നുണ്ട്. കാന്താരി ഉള്ളതുകൊണ്ട് നമുക്ക് പച്ചമുളക് ഒരുപാട് ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഞാനൊരു ചട്ടി എടുത്ത് അടുപ്പിലോട്ട് വെച്ചിട്ട് നല്ലെണ്ണ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നല്ലെണ്ണയാണ് നല്ലത്, വെളിച്ചെണ്ണയ്ക്കകത്താണെങ്കിലും കുഴപ്പമില്ല. അപ്പം നല്ലെണ്ണ ഞാൻ ഇതുപോലെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട് കേട്ടോ. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുകും കൂടെ പൊട്ടി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവയും കൂടെ പൊട്ടിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. അതുപോലെ ഇഞ്ചി, പിന്നെ പച്ചമുളക് അതും കൂടെ ഇട്ട് കൊടുക്കാം. പച്ചമുളകും അതിൻ്റെ കൂടെ ഞാൻ കാന്താരിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാന്താരി ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കാന്താരി ഇടുന്നത് ചിലപ്പോൾ പെട്ടെന്ന് എരിവ് പിടിക്കത്തില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ചതച്ചിട്ട് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി എടുത്തിടാം. എന്നിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വഴണ്ട് പോകേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഈ ഒരു പരുവമാകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കായപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. കൂടെ തന്നെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഇളക്കിയതിന് ശേഷം നമുക്ക് അതിൻ്റെ അകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും മാങ്ങയും കൂടി ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്, അത് നമുക്ക് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കാം. സാധാരണ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ആദ്യമേ ക്യാരറ്റ് ഇട്ട് കൊടുത്തിട്ട് 1 മിനിറ്റ് 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വേവിച്ചതിന് ശേഷം നമ്മൾ മാങ്ങ ഇട്ട് കൊടുക്കുവാണെങ്കിലും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി മാങ്ങയുടെ പുളി അനുസരിച്ചിട്ട് വേണം കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. അപ്പോൾ ഞാൻ വിനാഗിരി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ഇടാം. പഞ്ചസാര വിനാഗിരിയും അതിൻ്റെ ഉപ്പും മുളകും അതും എല്ലാം കൂടെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ പഞ്ചസാരയും കൂടി ഇടുന്നത്. അങ്ങനെ ഇതാ ഞാൻ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഒത്തിരി വെന്ത് പോകരുത് കേട്ടോ. നമുക്കിങ്ങനെ എടുത്ത് കടിക്കാനായിട്ട് കിട്ടണം. അതേമാതിരി നമുക്കൊന്ന് ജസ്റ്റ് വേവിച്ചെടുക്കാം കേട്ടോ.